ഇത് എത്ര സ്ഥലമുണ്ട്? ഇത് ഒരേക്കർ സ്ഥലം. ഇവർക്ക് നിൽക്കാനിരിക്കാനും നേരല്ല, ഇവര് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നവരാണ്. നമുക്ക് അങ്ങനെ കീടനാശിനി ഉപയോഗിക്കാൻ നമുക്ക് താല്പര്യമില്ല. കൃഷിക്കാരെ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുക. ശുദ്ധമായ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെങ്കിൽ സമീപിക്കുക. ഇവരുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് വിഷരഹിതമായ പച്ചക്കറി ഉത്പാദിപ്പിക്കുക. അതാണ് ഇവരുടെ. തേനൊഴിച്ചിട്ട് ജഗ്ഗുവിന് പാഷൻ ഫ്രൂട്ട് കൊടുത്തേക്കാട്ടാ. ദേ അതുകൊണ്ട് ഉണ്ടാക്കിയ ഹൽവ. ഡ്രാഗൺ കുഞ്ഞ് അടിപൊളി കളർ. ഇവിടെ വരുന്നവർക്ക് മാത്രമേ ഈ കാപ്പി കിട്ടുള്ളൂ, അല്ലാണ്ട് ലോകത്തിൽ എവിടെ ഇത് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ലീലാമണി ചേച്ചി പറഞ്ഞു, ലീലാമണി ചേച്ചിയുടെ കോളേജ് മേറ്റ് ആയിട്ടുള്ള ജോൺസന്റെ വീട് ഇവിടെ ഉണ്ട്. ആൾക്കൊരു ഡ്രാഗൺ ഫ്രൂട്ടിന്റെ തോട്ടുണ്ട്, അതൊക്കെ നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇതിൽ കൂടെ കൊണ്ടുവന്നത്. ചേട്ടൻ വിചാരിച്ചു ഇങ്ങനെ വിളഞ്ഞ് പാകമായി നിൽക്കുന്ന നിറച്ച് ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാവും, അതൊക്കെ പൊടിച്ച് തിന്നാച്ചിട്ട് വന്നത്. അപ്പോഴാണ് ആള് പറഞ്ഞ കഴിഞ്ഞ ആഴ്ച ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞതാണ്, ഇനി അടുത്ത ആഴ്ചയിലേക്ക് ആവുള്ളൂ. അപ്പൊ പിന്നെ ആൾക്ക് വേറൊരു സ്ഥാപനമൊക്കെ ഉണ്ട് കേട്ടോ. മെയിനായിട്ട് ആള് ഒരു തമാശക്ക് സൈഡായിട്ട് ചെയ്യുന്നതാണിത്. റീസെന്റ് ആയിട്ട് ഇത് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ? ഇവിടെ റബ്ബറും തോട്ടായിരുന്നു അത്. വേറെ എന്താ ഉള്ളത് ശരിക്കും? ഞാൻ വിവിധ ഫീൽഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ 3 വർഷത്തിന് മുമ്പേ ഞങ്ങളിവിടെ നബാർഡിൻ്റെ കെയർ ഓഫിൽ ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ആരംഭിച്ചു. അപ്പോൾ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. കഴിഞ്ഞ വർഷം എന്നെ അതിൻ്റെ ചെയർമാനാക്കി. അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ചെയ്യണമെന്നൊരു താല്പര്യമാണ് എനിക്ക് ഈ ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് വന്നത്. 1. 2, ഈ പത്തനംതിട്ട ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സീനിയർ സയൻറ്റിസ്റ്റ് ആൻഡ് ഹെഡ് എൻ്റെ അനന്തരനാണ്, പെങ്ങളുടെ മോന്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് എന്തോ റീസെൻ്റ്ലി നമുക്ക് ഗുണകരമായിട്ടുള്ള ഒരു കൃഷി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി നമുക്ക് പ്രയോജനപ്പെടും, അത് നമ്മുടെ ഏരിയയിലെങ്ങും ഇല്ല എന്നൊരു സംഭവം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ റബ്ബർ മരങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞതിന് ശേഷം ഈ ഡ്രാഗൺ ഫ്രൂട്ടിലേക്ക് വന്നത്. ഇത് ഏതാണ്ട് 20 മാസം പ്രായം മാത്രമേ ആയുള്ളൂ. അതിൻ്റെ ഫസ്റ്റ് ഹാർവെസ്റ്റിങ് ആണ് കഴിഞ്ഞ മെയ് മാസം മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാസത്തിൽ ഒരു പ്രാവശ്യം വീതം ഹാർവെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആ പറഞ്ഞ റബ്ബറും തോട്ടായിരുന്ന സ്ഥലം. ഇത് എത്ര സ്ഥലമുണ്ട്? ഇത് ഒരേക്കർ സ്ഥലം. എക്സാക്റ്റ് ഒരേക്കറില്ല, എന്നാൽ ഒരേക്കർ സ്ഥലമുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ 350 ഈ പോസ്റ്റ് ഉണ്ടാക്കി. ഇത് പിന്നെ കോൺക്രീറ്റ് പോസ്റ്റാണ്. അത് നമ്മൾ തന്നെ ഉണ്ടാക്കുക. ഇത് ഉണ്ടാക്കി നമ്മൾ ഇവിടെ ഇത് സ്ഥാപിച്ചിരിക്കുക. കാരണം ഈ ഡ്രാഗൺ ഫ്രൂട്ടിന് 20 ഇയേഴ്സാണ് ലൈഫ് പറയുന്നത്. അറൗണ്ട് 20 ഇയേഴ്സാണ്. അപ്പോൾ 20 ഇയേഴ്സ് നിൽക്കത്തക്ക രീതിയിലുള്ളതായ ഒരു സംവിധാനം എന്ന് പറയുന്നത് ഇതേ ഉള്ളൂ. മറ്റേ കല്ല് പോസ്റ്റൊക്കെ ആണെങ്കിൽ പോലും അത്രയും നിൽക്കത്തില്ല, പൊട്ടിപ്പോകും. കാരണം ഇത് നല്ല ഫുൾ സ്വിങ്ങിൽ വരുമ്പം മുകളിൽ ഒരു 100 കിലോയിൽ കൂടുതൽ വെയിറ്റ് വരും. ഇനി ഇത് വളർന്നുകൊണ്ടിരിക്കുക. 100 കിലോയിൽ കൂടുതൽ വെയിറ്റ് വരുന്നത് കൊണ്ട് ഇതെല്ലാം വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഈ പോസ്റ്റ് തന്നെ ഉണ്ടാക്കി. ഞാൻ ഇതിലേക്ക് വരാനുള്ള കാരണം 2-3 ഇത് ഉയർന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ വെള്ളത്തിൻ്റെ ദൗർലഭ്യം ഉണ്ട്, വെള്ളത്തിന് ക്ഷാമമുണ്ട്. അപ്പൊ ഇതിന് വെള്ളം വേണ്ട. ഡ്രാഗൺ ഫ്രൂട്ടിന് വെള്ളം കെട്ടി നിൽക്കാനേ പാടില്ല. വെള്ളം കെട്ടി നിൽക്കാനും പാടില്ല, വെള്ളത്തിന്റെ ആവശ്യമില്ല. ഇല്ല, നനയ്ക്കേ വേണ്ട. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നട്ട വർഷം ഞങ്ങൾ ഒരു പ്രാവശ്യം മാത്രം നനച്ചു. വെള്ളത്തിന്റെ കുറവ് വരുന്നുണ്ടെങ്കിൽ ചില ഒരു മഞ്ഞ കളർ പോലെ ടോപ്പിൽ വിത്തലുണ്ടാകും, അത് പ്രശ്നമില്ല. രണ്ടാമതായിട്ട് എന്നെ ഇതിലേക്ക് തിരിയാനുള്ള കാരണം പക്ഷികൾ വന്ന് കൊണ്ടുപോകത്തില്ല. കാരണം ഇത് ചെറിയ പക്ഷികൾക്ക് വന്ന് ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇത് പക്ഷികൾ വന്ന് റംബുട്ടാനൊക്കെ ആകുമ്പോൾ നമ്മൾ നെറ്റ് ഇടണം, വളരെ കുറെ കാര്യങ്ങൾ ചെയ്യണം. അതൊന്നും വേണ്ട. മൂന്നാമതായിട്ടുള്ളൊരു കാര്യം, നമുക്ക് തന്നെ പറിക്കാം. ഹൈറ്റ് ഇവിടം വരെ ഉള്ളൂ. അപ്പോൾ നമുക്ക് തന്നെ ഇത് പറിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആ കോസ്റ്റും കുറഞ്ഞു. അപ്പോൾ അതാണ് നമുക്ക് ഇതിലേക്ക് ചെയ്യാനുള്ള കാരണം. പിന്നെ ഇത് ഈ കാലഘട്ടത്തിൽ പ്രസക്തമായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. കാരണം ഇതിനകത്ത് ഷുഗർ കണ്ടന്റ് കുറവാണ്. ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ഇത് ഏത് മനുഷ്യർക്കും ഉപയോഗിക്കാം. എക്സ്പെഷ്യലി ഈ 60 വയസ്സിന് പ്രായമുള്ള ആളുകൾ ആണ് അവരുടെ നമ്പറൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്നത്. അവർക്കിത് ഒരുപാട് പ്രയോജനപ്പെടും. ഇതിനകത്ത് ഒരുപാട് മൈക്രോ ന്യൂട്രിയൻസ് ഒരുപാടുണ്ട് ഈ ഫ്രൂട്ടിനകത്ത്. ഫൈബറും ധാരാളമുണ്ട്. അപ്പോൾ ആ മൈക്രോ ന്യൂട്രിയൻസ് ഉള്ളത് കൊണ്ടും ഫൈബർ ഉള്ളത് കൊണ്ടും ഇത് ഒരു നല്ല ഒരു ഫ്രൂട്ടാണ്. ഏവർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് ഉപയോഗിക്കാവുന്ന ഫ്രൂട്ടാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് തിരിയാനായിട്ടുള്ള കാരണം. പിന്നെ ഞങ്ങളുടെ ഈ അയിരൂർ പഞ്ചായത്തിലെ ആദ്യത്തെ ഒരു കർഷകൻ ഞാനാണ്.
ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ 1, 2, 3 മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇത്രയും കൂടുതൽ മരങ്ങൾ ഈ പഞ്ചായത്തിൽ മരങ്ങൾ ഇത് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഏക ആള്. ഇപ്പൊ ചേട്ടൻ ഇത് ചെയ്ത് കണ്ടിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇപ്പം വേറൊരാള് 2 ഏക്കർ സ്ഥലത്ത് ഇപ്പം ചെയ്യുന്നുണ്ട്. അയ്യൂർ പഞ്ചായത്ത് തന്നെ ചെയ്യുന്നുണ്ട്. നമുക്കിതിന്റെ മാർക്കറ്റ് കണ്ടെത്താനൊന്നും ബുദ്ധിമുട്ടില്ല. ഹാർവെസ്റ്റിങ്ങിന്റെ ടൈം ആവുമ്പോൾ നമ്മളെ മാർക്കറ്റിംഗ് കണ്ടെത്താൻ ആളുകൾക്ക് ഇത് ഉപയോഗിച്ചുള്ള എക്സ്പീരിയൻസ് ഇല്ല. അപ്പം നമ്മൾ പല ആളുകൾക്ക് ഇത് കൊടുത്ത് അവരെ കൊണ്ട് ഇത് കഴിപ്പിച്ച് അതിന്റെ ഗുണം എന്താണെന്നുള്ള മനസ്സിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരിക്കൽ വാങ്ങിക്കുന്ന ഒരാൾ ഇത് വീണ്ടും വാങ്ങിക്കും. കാരണം അതിനകത്ത് ഈ സ്ഥിരമായിട്ട് ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് ഈ ക്ഷീണം തോന്നുന്നില്ല. ബോഡി വീക്കായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് സ്ഥിരം ഇത് എന്നാൽ ഒരു ലാർജ് ക്വാണ്ടിറ്റി അത് ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതിന് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് പിന്നെ മോഷനൊക്കെ ശരിയായിട്ട് പോകും. കൂടുതൽ നമുക്കത് ഉപയോഗിക്കാൻ പാടില്ല. 1ന്റെ പകുതി ഒരു ദിവസം, അല്ലെങ്കിൽ മാക്സിമം ചെറുതാണെങ്കിൽ 1 ഇത് ഒരു ദിവസം ഉപയോഗിച്ചാൽ അത് ഹെൽത്തിയാണ്. നമുക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ന്യൂട്രീഷ്യൻസും, അതായത് വൈറ്റമിൻസും മിനറൽസും നമുക്ക് ലഭ്യമാവും ഇതിൽ നിന്ന്. അതുകൊണ്ട് ആളുകൾക്ക് ഇത് ഗുണകരമാണ്, അവർക്ക് പ്രയോജനമാണ്. ശരിക്കും ഇതിന്റെ ഇതിന്റെ എന്താ പറയാ, ഇതിലത്തെ പോഷക ഇതുകളെ കുറിച്ചിട്ട് ആളുകൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധവടല്ല ശരിക്കും അല്ലേ, ഇവിടെ ആളുകൾ ശരിയാ അറിയില്ല. എന്നാൽ അവര് ഇത് നമ്മൾ കൊടുക്കുന്നത് തന്നെ അവര് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇതിന്റെ ഗുണം എന്താന്നുള്ള മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നെ എക്സ്പെഷ്യലി ഔട്ട്സൈഡ് ഇന്ത്യയിൽ നിന്ന് വരുന്നവര് അവർക്ക് ഇതിന്റെ ഗുണങ്ങൾ അറിയാം. ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇതിന്റെ ഗുണങ്ങൾ അറിയാം. അവർ കൂടുതൽ വാങ്ങിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ആളുകൾ കൂടുതൽ ഈ അനുകരണ സ്വഭാവം ഉള്ളത് കൊണ്ട് ഇന്നാര് വാങ്ങിച്ചു അതുകൊണ്ട് മറ്റൊന്ന് വാങ്ങിക്കും. പക്ഷെ ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നല്ലതാണെന്നുള്ള ബോധ്യവും അവർക്ക് ഉണ്ട്. ഇത് ജോൺസൺ ചേട്ടന്റെ ഭാര്യ അക്കമ്മ ചേച്ചിയാണ് കേട്ടോ. അക്കമ്മ ചേച്ചിയാണെന്ന് ഒരുമാതിരി കാര്യങ്ങളൊക്കെ ആള് വളരെ ആക്റ്റീവാണ്. സോഷ്യൽ എന്താ പറയാ, സാമൂഹ്യ പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്ന എന്താ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അങ്ങനെ ആരൊക്കെ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ഈ കഴിഞ്ഞ ടൈമില് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പം നിലവില് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ വനിതാ വിഭാഗത്തിന്റെ ജില്ലാ പ്രസിഡന്റാണ്. പിന്നെ പള്ളി ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ട്. അതെ, ഇവർക്ക് നിൽക്കാനിരിക്കാനും നേരല്ല, ഇവര് ഓടി നടന്ന് വർക്ക് ചെയ്യുന്നവരാണ്. കുറേ മേഖലകളിൽ ഇവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ ഒരു എണ്ണത്തിന്റെ കടയ്ക്ക് കുറെ എണ്ണം കുഴിച്ചിടും. അതായത് ഈ സ്ലാബ് ഉണ്ടല്ലോ, ഈ സാധനം ഉണ്ടല്ലോ, തൂണ്, ഒരു തൂണയില് നമ്മൾ 4 മൂടാണ് ഇടുന്നത്. 4 തണ്ട്. ഈ തണ്ടൊക്കെ എവിടെന്നാ കിട്ടിയത്? നമ്മൾ അത്തിക്കയം ഒരു സ്ഥലത്തുനിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. അവിടെ ഇതിനെക്കാട്ടി ലാർജ് സ്കെയിലില് 15 ഏക്കറോളം കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. നമുക്ക് ഇതിന്റെ ഒരു കൃഷിയെ സംബന്ധിച്ചുള്ള പ്രായോഗിക തലത്തിലുള്ളതായ അറിവുകളൊക്കെ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ഞങ്ങൾക്ക് ടെക്നിക്കൽ സൈഡിലുള്ള സപ്പോർട്ട് തരുന്നു. പ്രായോഗിക തലത്തിൽ ഇതെങ്ങനെ അതിനെ സംബന്ധിച്ചുള്ള നോളജും അതുപോലെ തന്നെ അവർ വന്ന് നമ്മളെ കണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ നോക്കി അതെല്ലാം പരിഹരിച്ചു തരുന്നത് അത്തിക്കത്തുള്ള ജോസഫ് സാർ എന്ന് പറയുന്ന സാറാണ്. ഈ തണ്ടുകൾ അദ്ദേഹം തന്നെ നമുക്ക് ഇതിന് ഉപയോഗിക്കാനുള്ള വളമൊക്കെ അവരാണ് നമുക്ക് ഇറക്കി. എല്ലാം ജൈവവളമാണ്. രാസവളങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ അകത്ത് കീടനാശിനികളൊന്നും തന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. ഇത്രയും കളകളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കീടനാശിനികൾ തളിച്ചാൽ ഇത് പോകാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ കീടനാശിനി ഉപയോഗിച്ചിട്ടില്ല. കാര്യം നമ്മൾ നാച്ചുറൽ പ്രകൃതിപരമായി നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനെ കീടനാശിനി ഉപയോഗിക്കാൻ നമുക്ക് താല്പര്യമില്ല. അതുകൊണ്ടും നമുക്ക് ഉപയോഗിക്കാൻ നമ്മുടെ ജനങ്ങൾ ഉപയോഗിക്കേണ്ടതല്ലേ, അതുകൊണ്ട് തന്നെ നമ്മൾ കീടനാശിനി ഒന്നും ഉപയോഗിക്കുന്നില്ല. ആള് പറഞ്ഞല്ലോ ഒരു ഫാമേഴ്സ് എന്താണ്. ഞാൻ കോയിപ്പുറം ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ ചെയർമാനാണ്. ആ രംഗത്ത് ആ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് കാർഷിക രംഗത്തേക്ക് തിരിയാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ആദ്യം ചെയ്ത ഒരു പ്രവർത്തനം ഇതാണ്. വീണ്ടും മുകളിൽ ഞങ്ങൾ വേറെ ഇപ്പം കുറേ പിന്നെ വിയന്ന മേർലി സൂപ്പർ എന്ന് പറയുന്നതായ പ്ലാവിൻ തൈ 30 മൂട് നട്ടിട്ടുണ്ട്. അവിടെയും ആ സ്ഥലത്ത് ഞങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ഉള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഫാമേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ പ്രോഡക്ട്സ് കളക്ട് ചെയ്തിട്ട് അങ്ങനെയല്ലേ ഈ കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? കമ്പനിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃഷിക്കാരെ കൃഷിയിൽ പ്രോത്സാഹിപ്പിക്കുക. അവർ കൃഷി ചെയ്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനം നമ്മൾ വാങ്ങിയിട്ട് അത് മൂല്യവർദ്ധിത വാല്യൂ ആഡഡ് പ്രോഡക്റ്റായിട്ട് മാറ്റിയെടുത്ത് വിപണനം ചെയ്യുക. ഇതാണ് കമ്പനിയുടെ ഉദ്ദേശം. അപ്പം നമുക്ക് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി ഞങ്ങളുടെ എന്ന് പറയുന്നത് നബാർഡ് കേന്ദ്ര ഗവൺമെൻറ് പദ്ധതി അനുസരിച്ച് ഒരു ബ്ലോക്കിൽ 1 എന്നുള്ള പദ്ധതിയിലാണ് ഞങ്ങൾക്കിത് ലഭ്യമായിട്ടുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് അതിനകത്ത് 550 ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉണ്ട്. പ്രധാനമായിട്ട് ഞങ്ങൾക്ക് ഇവർ അനുവദിച്ച് തന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ചക്കയാണ്.
ഇപ്പം ചക്കയെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് സാധ്യത ചക്കയുണ്ട്. കാരണം ഇതിനകത്ത് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് ഷുഗറുള്ള ആളുകൾക്കെല്ലാം സാധാരണപ്പെട്ട ആളുകൾക്കൊക്കെ ചക്ക ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് കുറച്ച് ഉപയോഗിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് പൊതുവെ ഇപ്പോഴുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു 10-15 വർഷം കഴിയുമ്പം കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷണം ചക്കയായിരിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇപ്പോഴേ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പത്തനംതിട്ട ജില്ലയിൽ ചക്കയ്ക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് തന്നേക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഈ കൃഷിക്കാർക്ക് ഇപ്പോൾ ഓൾറെഡി ഞങ്ങളൊരു 1000 പ്ലാവിൻ തൈ വിതരണം ചെയ്ത് കഴിഞ്ഞു ഈ വർഷം. അപ്പോൾ ഞങ്ങൾ വിതരണം ചെയ്ത് അവരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ചക്ക ഉണ്ടാകുന്ന മുഴുവൻ ഞങ്ങൾ ഏറ്റെടുത്തോളാമെന്ന്. അപ്പോഴത്തേക്ക് കമ്പനി അത് മിഷനറി എല്ലാം ഇറക്റ്റ് ചെയ്ത് ഇതിനെ വിവിധ തരത്തിലുള്ള പ്രോഡക്റ്റാക്കി ഉണ്ടാക്കാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ അതിലേക്ക് വന്നതുകൊണ്ടാണ് കൃഷിയിലേക്ക് ഞാൻ ഇത്രയും നാൾ കൃഷിയിലേക്കൊന്നും തിരിഞ്ഞിരുന്നില്ല. ഫാദർ ഒരു കർഷകനായിരുന്നു, അത്രമാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വൈഫിന് കൃഷിയൊക്കെ താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ മറ്റു സാഹചര്യം കൊണ്ട് പോകാനായിട്ട് പറ്റിയിരുന്നില്ല. അതുകൊണ്ടാണ് കൃഷിയിലേക്ക് വരികയും ഇതിൻ്റെ ഒരു സാധ്യതയെപ്പറ്റി അന്വേഷിക്കുകയൊക്കെ ചെയ്തു. ഇങ്ങനെ കാര്യങ്ങൾ ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ വളർച്ചാ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രൂട്ട് പറിക്കുന്നു, മാർക്കറ്റിംഗും ഒക്കെ വൈഫാണ് ചെയ്യുന്നത്. എത്ര തരമുണ്ട് ഡ്രാഗൺ ഫ്രൂട്ട്? ഡ്രാഗൺ ഫ്രൂട്ട് 20-ൽ കൂടുതൽ തരം ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റ തരം മാത്രമേ ഉള്ളൂ. റെഡ് കളർ, നല്ല മധുരമുള്ള മലേഷ്യൻ റെഡ് എന്നാണ് ഇതിന്റെ പേര്. മലേഷ്യൻ റെഡ് താഴെ ഒരു 1-2 മാത്രം താഴെ, മറ്റ് വൈറ്റും അങ്ങനെ മാറ്റി വെച്ചു. പക്ഷെ അതായിട്ടില്ല ഇതുവരെ. അതിന്റെ ഇപ്രാവശ്യം പൊട്ടിച്ചതൊന്നും നമ്മള് വിൽക്കാൻ എടുത്തില്ല. നമ്മുടെ ഫ്രണ്ട്സിന് അങ്ങനെയുള്ളവർക്ക് നമ്മൾ 1500 കിലോയോളം നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തു. സെയിൽ നമ്മളൊരു 1250 കിലോ സെയിലായി. ബാക്കി 250 കിലോ കൊണ്ടാണ് നമ്മുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അച്ചാർ നോക്കി, ജാം നോക്കി, സ്ക്വാഷ് നോക്കി, പിന്നെ ഹലുവ ഉണ്ടാക്കി. ടേസ്റ്റ് ചെയ്യാൻ തരാം. ബാക്കി സാധനമൊക്കെ തീർന്നു പോയി. ഡ്രാഗൺ ഫ്രൂട്ടും അത്യാവശ്യം കഴിക്കാൻ തരാം. ഇപ്പൊ ഇത് വെച്ചിട്ട് 20 മാസമായി എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ മാസത്തേക്ക് 20 മാസമായി അല്ലേ? അപ്പോ ഈ കഴിഞ്ഞ മെയ് മാസത്തിലാണ് ആദ്യമായിട്ട് വിളവെടുത്തത്. അത് മുതൽ ഇപ്പം ഈ മാസം വരെ 28 ദിവസം കൂടുമ്പോൾ, അതായത് ഇതിൻ്റെ പൂവിട്ട് കഴിഞ്ഞാൽ 28ാം ദിവസം ആ ഫ്രൂട്ട് നമുക്ക് പൊട്ടിക്കാം. ഇപ്പോൾ ഇതിലത്തെ പല ഫ്രൂട്ടും കാണുമ്പോൾ ചേട്ടൻ ചോദിച്ചു ഇത് അടുത്ത ആഴ്ചയിലേക്ക് ആവുമെന്ന് പറഞ്ഞു വരേ. അപ്പോൾ ഇതിങ്ങനെ അടുത്ത ആഴ്ചയിലേക്ക് ആവാന്ന്. പക്ഷേ നമ്മൾ ഇന്ന് കാണുമ്പോൾ ഇങ്ങനെ പച്ച കളറിൽ നിൽക്കണം, നാളെ ചിലപ്പോൾ വരുമ്പോൾ ഒക്കെ റെഡ് കളറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഫ്രൂട്ട്സ് മൊത്തം ഇപ്പം ഇത്രയും നാളുകൊണ്ട് ഒരു 1500ഓളം കിലോയാണ് ആകെ അവർക്ക് ഉണ്ടായി കിട്ടിയത്. അപ്പോൾ ഇത് ഉണ്ടായി കഴിയുമ്പോൾ ഈ ഫ്രൂട്ട് കൃഷി ചെയ്യാനുണ്ടായ കാരണം നമ്മുടെ ജോൺസൺ ചേട്ടൻ പറഞ്ഞു. ഇതിൻ്റെ ഗുണങ്ങൾ, പോസിറ്റീവ്സ് പറഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് നെഗറ്റീവ്സും ഉണ്ട്. ഈ കാട് വെട്ടിത്തെളിക്കൽ, ഇവിടെ കാട് വന്ന് മൂടും. ഇതിൻ്റെ ഇപ്പോൾ പകുതി വരയ്ക്ക് ഇപ്പോൾ ദേ വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവിടെ നിന്ന് ഇത് മൊത്തം കാട് വന്ന് മൂടിയിരിക്കുക. അത് ഇവിടെ കാരണം ഇതിന് നല്ല വെയിൽ വേണം. അപ്പോൾ ഈ വെയിൽ കിട്ടുമ്പോൾ ഈ കളകളും അതിൻ്റെ ഒപ്പം തന്നെ ഇതിനേക്കാൾ ഇതിൽ വളർന്നത് മൂടുകയാണ്. അപ്പോൾ ഈ കാട് വെട്ടിത്തെളിക്കലൊരു പ്രശ്നമാണ്. അതേപോലെ തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ടിനെ കുറിച്ചിട്ട് അധികം അവെയർ അല്ല ആളുകൾ, അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട്. മാത്രമല്ല പുറത്തുനിന്ന് നമ്മൾ ഈ ഫ്രൂട്ട് വാങ്ങിച്ച് കഴിക്കുമ്പോൾ ഇതിന് വലിയ മധുരവും ഇല്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ആളുകൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിച്ചവർ ഇത് കാണുമ്പോൾ അവർക്കത് വേണ്ട. അപ്പോൾ ഹോൾസെയിലേഴ്സ് വരുമ്പോഴാണെങ്കിൽ ഇത് അവർക്ക് വെറുതെ വേണം അല്ലേ, അധികം വില കിട്ടില്ല. വില കിട്ടില്ല. അപ്പോൾ നമ്മുടെ അക്കമ്മ ചേച്ചി എന്ത് ചെയ്തു, വെറുതെ കൊടുത്താലും ഹോൾസെയിലേഴ്സിന് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇവരുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഇതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ട് ഇത് ആവശ്യമുള്ളവർ സമീപിക്കുക, വിഷരഹിതമായ ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് ജൈവവളം മാത്രം ഇട്ടുണ്ടാക്കിയിട്ടുള്ള ശുദ്ധമായ ഡ്രാഗൺ ഫ്രൂട്ട് വേണമെങ്കിൽ സമീപിക്കുക എന്ന് പറഞ്ഞ് ഫോൺ നമ്പർ കൊടുത്തപ്പോൾ കുറേ ആവശ്യക്കാർ വന്നു. പിന്നെ കൂടുതൽ എടുക്കുന്നവർക്ക് വീട്ടിൽ കൊണ്ടെത്തിച്ച് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കുറേ പേര് വാങ്ങിച്ചു. ഇപ്പോൾ വാങ്ങിച്ചു കഴിച്ചവരൊക്കെ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്നാ ഉണ്ടാവാന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇപ്പോൾ ആവശ്യക്കാരായില്ലേ? ആ, ഇനിയിപ്പോൾ ഇനിയും നമുക്കിപ്പം വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. നിയർ ബൈ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് ഹാർവെസ്റ്റിംഗ് വരുന്ന അടുത്ത മെയിലാണ്. ഇത് മെയ് തൊട്ട് ഒക്ടോബർ വരെയൊക്കെയാണ് ഇതിന്റെ ഒരു സീസൺ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അടുത്ത മെയിലാണ് ഇനി പൂടാൻ തുടങ്ങുക. അപ്പൊ നമ്മളിപ്പോ എന്താ ഇനി എന്റെ തൊട്ടടുത്ത് തന്നെ ജോൺസൺ ചേട്ടന്റെ വീട്ടിലേക്ക് കയറാണ് കേട്ടാ. അപ്പൊ ഇവിടെ വിയറ്റ്നാം ഏറിലൊക്കെ ഇവിടെ എവിടെ വെച്ചിട്ടുള്ളത് അവക്കാടോ ഉണ്ട്. ആ, ഇവിടെ മൊത്തം എത്ര സ്ഥലമുണ്ട്? ഇവിടെ വീട് നിൽക്കുന്ന സ്ഥലം 1 ഏക്കർ സ്ഥലമാണ്. 1 ഏക്കർ. ഇവിടെ വേറെ കുറെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടോ? ഇവിടെ നമ്മള് ഞാൻ പറഞ്ഞല്ലോ വിയറ്റ്നാം ഏറിൽ സൂപ്പർ പ്ലാവിൻ തൈ അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ.
അത് മുകളിലുണ്ട്, വീടിൻ്റെ ബാക്ക് സൈഡിലോട്ട് മുകളിലോട്ട്. അത് കളന്ന് വരുന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഓ, വെച്ചിട്ട് അധികം നാളായിട്ടില്ല. ഇല്ല, 4 മാസമേ ഉള്ളൂ. ആയിട്ടുള്ളൂ. ഇവിടെ ഞങ്ങളുടെ കമ്പനിയുടെ ചിപ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഓ, എന്തിന്റെ ചിപ്സാ? ഇത് വാഴയ്ക്ക, നമ്മൾ ശർക്കര വരട്ടി എന്ന് പറയല്ലേ. ഓ, അത് നമുക്ക് തൃശ്ശൂരും കിട്ടും. കമ്പനി നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. ഇത് ചേനയാണല്ലോ, ചേമ്പാണല്ലോ. ചേമ്പ് ചേമ്പ് ചേട്ടന്റെ ഇവിടെ കൃഷി ചെയ്തത് വേറെ ആളുകളിൽ നിന്ന് എടുക്കുന്നതാണോ? കർഷകരിൽ നിന്ന് സംഭരിക്കുന്നതാണ്. അതെ അതെ, ഞങ്ങളിതിന്റെ പണിയിലായിരുന്നു. ഞങ്ങളിതിന്റെ പണിയിലായിരുന്നു. അപ്പൊ നിങ്ങൾ ഓർഡർ അനുസരിച്ചിട്ടാണോ? അല്ല, നമ്മളിപ്പോ വിപണിയുണ്ട് നമുക്ക്. ആ വിപണി നാളെ കൊടുക്കാൻ സാധനമില്ല. തൊലി കണ്ടില്ലേ? സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിട്ട് റെഡിയാക്കുമായിരുന്നു. അപ്പൊ ഇവര് പണിയിലായിരുന്നു. ആ സമയത്താണ് നമ്മൾ ഷൂട്ടിങ്ങിന് വന്നത്. കോഴികളുണ്ട്. പുളി എന്ന് കേട്ടു. പുളി, തോടം പുളി അറിയാമല്ലോ. നമ്മൾ കൊടംപുളി എന്ന് പറയും. കൊടംപുളി ഇവിടെ എന്ത് പറയും? കൊടംപുളി എന്ന് പറയും, തോട്ടുപുളി എന്ന് പറയും. ഇത് നമ്മളുടെ പറമ്പിലത്തെ പുളി തന്നെ. അത് നമ്മുടെ പറമ്പിലത്തെ പുളി തന്നെ. എനിക്ക് പിന്നെ എന്താ ഇതെല്ലാം ഉണ്ട്. അത് നമ്മുടെ കോളിഫ്ലവർ, കാബേജ്, എല്ലാ പച്ചക്കറി, വെണ്ടയ്ക്ക. അത് വീട്ടിലത്തെ ആവശ്യത്തിനാണോ അതോ പുറത്തേക്കും കൊടുക്കും? ഞാൻ വിലക്ക് കൊടുക്കാറില്ല. നമ്മുടെ അയൽവക്കത്ത് നമ്മുടെ വീട്ടുകാർക്കും എല്ലാം വെറുതെ കൊടുക്കും. കഴിഞ്ഞ ദിവസം ഇഷ്ടംപോലെ മത്തങ്ങ ഉണ്ടായിരുന്നു. ഈ വർഷം തടിയങ്കായ ഇഷ്ടം പോലെ ഉണ്ട്. തടിയങ്ക എന്ന് പറഞ്ഞാൽ കുമ്പളങ്ങയുടെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ചേന, ചേമ്പിട്ടതെല്ലാം പന്നി കൊണ്ടുപോയി. ഇവരുടെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് വിഷരഹിതമായ പച്ചക്കറി ഉത്പാദിപ്പിക്കുക. അതാണ് ഇവര് അതിനെതിരാണ്. ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ കീടനാശിനികളൊക്കെ തെളിക്കില്ല, അതിന് മറ്റേ അങ്ങനത്തെ അതിനൊക്കെ ഇവരെതിരാണ്. മാക്സിമം ചെയ്യാവുന്ന രീതിയിൽ ചെയ്യാം. വെളിയിൽ നിന്ന് ഞങ്ങൾ ബേക്കറി ഐറ്റംസ് ഒന്നും ഞങ്ങൾ കഴിക്കാറില്ല, വാങ്ങിച്ചു കഴിക്കാറില്ല, വീട്ടിൽ ഉപയോഗിക്കാറുമില്ല. ഇങ്ങനെ വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഞങ്ങൾ ഒരുമാതിരിയൊക്കെ പച്ചക്കറി വീട്ടിലുള്ള അതിന് ഉപയോഗിക്കുള്ളൂ. കിട്ടുന്നത് മതി. ഈ വിഷമൊന്നും അടിക്കില്ല, കുറച്ചേ കിട്ടുള്ളൂ. ബാക്കിയൊക്കെ പുഴുവന്ന് കേടുവന്ന് പോകും, പക്ഷെ ഉള്ളത് മതി. അങ്ങനത്തെ ഒരു ചേട്ടൻ നടന്നു തുടങ്ങിയിട്ടാ ഓരോന്ന്. ഇതെന്തിട്ട് കിട്ടിയേ? പാഷൻ ഫ്രൂട്ട് കിട്ടി. മധുരല്ലേ? ഞാൻ തേൻ ഒഴിച്ചിനകത്ത്. അയ്യോ, തേൻ കഴിക്കുമായിരിക്കും. തേനായത് മിക്സ് ചെയ്ത് തേൻ ഒഴിച്ചിട്ട് ജഗ്ഗുവിന് പാഷൻ ഫ്രൂട്ട് കൊടുത്തേക്കാട്ടാ ജോൺസൺ ചേട്ടൻ. ഈ കൃഷിയുടെ വരുന്ന നെഗറ്റീവ്സ് കുറച്ച് പറഞ്ഞല്ലോ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ നേരിടേണ്ടി വരുന്ന ചില പ്രശ്നങ്ങൾ, അഭിമുഖീകരിക്കേണ്ടി വരുന്ന ചില പ്രതികൂലമായ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരെണ്ണം പറയാൻ മറന്നുപോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പന്നിശല്യം രൂക്ഷമാണ്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് ജോൺസൺ ചേട്ടൻ അവരുടെ ആ കൃഷി സ്ഥലത്തിന് ചുറ്റും ഫെൻസിങ് ചെയ്തിട്ടുണ്ട്. ഈ സോളാറിന്റെ ഫെൻസിങ് അത് ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ചെലവുകൾ അഡീഷണൽ ആയിട്ട് വരും. ഇവിടെയുണ്ട് പന്നിശല്യം. ഇവിടെ നോക്കിയേ, കൂവ കൃഷിയുണ്ട്. അപ്പൊ ഈ കൂവയൊക്കെ ഇങ്ങനെ പറിച്ച് അക്കമ്മ ചേച്ചി അരിഞ്ഞ് മിക്സിയിലൊക്കെ അടിച്ച് അരച്ചെടുത്തിട്ട് അത് കുറേ പ്രാവശ്യം കഴുകി ഊറ്റിക്കളഞ്ഞ് പിന്നെ ലാസ്റ്റ് അതെടുത്ത് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, പിന്നെ പൊടിയാക്കണ്ട, അങ്ങനെയല്ല, അങ്ങനെ അതുണ്ട്. അങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ട് കേട്ടാ. പറമ്പ് ഇഷ്ടം പോലെ ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അതാ ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നു. ഇതാണ് അലുവ. അതെ, ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുണ്ടല്ലോ. ഇതേടാ ഡ്രാഗൺ ഫ്രൂട്ട് കൊണ്ടുണ്ട്. ഇതിന്റെ വലിപ്പം നോക്കിയേ. ഇത് ഇങ്ങനെ ഒരു പൊട്ടല് വരുന്നു. നല്ല വലിപ്പുണ്ട്. ഇതിപ്പോ ഒരു 1/2 കിലോന് മീതി ഉണ്ടാവില്ല, 600 ഗ്രാമോളം ഉണ്ടാവും. ഇത് ഫ്രിഡ്ജിൽ വെക്കണം അല്ലേ? അതുകൊണ്ട് ഉണ്ടാക്കിയ ഹൽവ. ബാക്കി എല്ലാ സാധനങ്ങളും അച്ചാറൊക്കെ കഴിഞ്ഞു അല്ലേ? ഇത് ചെറുതുകളും ഉണ്ടാവും. നമ്മൾ എന്തൊരു സാധനം ഉണ്ടാക്കുമ്പോഴും ചിലത് വലുതും ചെറുതൊക്കെ ഉണ്ടാവല്ലോ. ഇതൊന്നും മുറിക്കാൻ പറ്റുമോ? കുഴപ്പമില്ല, വലുത് മുറിക്കണ്ട, ചെറുത് മതി. വലുത് വേണമെങ്കിൽ എടുത്തോ. മുറിച്ചു കഴിഞ്ഞാൽ അതിന് ഭംഗി ഉണ്ടാവുള്ളൂ. എന്നാലും എനിക്ക് തിന്നാൻ പറ്റില്ല. അല്ലാണ്ട് ഇതിങ്ങനെ നോക്കിയെന്ന് കഴിഞ്ഞാൽ എന്താ കാര്യം? വലുത് അവരെടുത്തോട്ടെ, നമുക്ക് ചെറുതെങ്ങാനും മതിയല്ലോ. അവരെപ്പോഴും തിന്നണതല്ലേ. ചേച്ചി ഒരു സ്പൂണ് കൂടി വേണം കേട്ടാ.
ഹൽവേറെ ടേസ്റ്റ് നോക്കാൻ. ഉള്ളത് കാര്യം പാരം പറയുന്നല്ലോ. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് മുറിക്കണം കേട്ടാ. ഡ്രാഗൺ കുഞ്ഞ് അടിപൊളി കളർ. ഇത് തിന്നുമ്പോ വായൊക്കെ ചോക്കും. നല്ല വലിപ്പുണ്ട് കേട്ടാ. അസ്തമന സൂര്യന്റെ പൊൻകിരണങ്ങൾ വന്ന് നമ്മളെ തഴുകിത്തലോടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇരുട്ടാവും. അപ്പം ഞങ്ങൾ അതുകൊണ്ടാണ് അകത്ത് കയറാൻ ചേട്ടാ. ഇവിടെ നിന്നിട്ട് ഇവിടെ വെളിച്ചണ്ടേ. ഇതെടുത്തിട്ട് തൊലി ഇളക്കിയും കഴിച്ചോ. കടിക്കുന്നത് റെഡി. ആരാ ഇങ്ങനെ പോകുന്നു. അങ്ങനെ എടുക്കാം. തൊലി അടക്കം പോകുന്നു കണ്ടാ. ഇങ്ങനെ എടുക്കാം. തൊലി അടക്കല്ലല്ലോ, തൊലിയിലുള്ളിന്ന്. ആ കഴിച്ചോ ചേട്ടൻ, കഴിച്ചോ. ഞാൻ ഇതെടുക്കാം. ഇല്ല ചേളക്കോ ഇതിനകത്തൊന്നും. കൈയൊക്കെ കണ്ട കളർ വരണേ. അല്ല ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ല ടേസ്റ്റ്. നോക്കിയാലോ. ഞങ്ങള് ഒരു തവണയും പുറമെന്ന് വാങ്ങിച്ചോണു. 1 കിലോ വാങ്ങിച്ചോണു. ഒരു മധുരമില്ല, ഒന്നുമില്ല. എന്നിട്ട് തിന്നാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ചെറുേട്ടൻ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, അതൊരു ടേസ്റ്റ് ഇല്ല. ഇവിടെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ചെറുേട്ടൻ പറഞ്ഞിട്ട് ഇതൊരു ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ചെറുേട്ടൻ വെറുതെ തള്ളുകയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഒരു പ്രാവശ്യം അവിടെ ഉണ്ടായി തീർന്നപ്പോഴാണ് മനസ്സിലായി ഇതിന് ഇത്ര ടേസ്റ്റ് ഉണ്ട്. ഒരു വികാരവും ഇല്ലാത്ത ഫ്രൂട്ട് ഇതിനൊരു ചീത്തപ്പേരുണ്ട്. ആ പേര് മാറ്റി കളഞ്ഞിരിക്കുന്നു ഞങ്ങള്. ഇനി നമ്മൾ ഇതിന്റെ ഹൽവ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടാ. ഇത് മറ്റുള്ള ഹൽവ പോലെ അല്ലാന്ന്. ഇതിങ്ങനെ വലിഞ്ഞു വലിഞ്ഞു നിൽക്കുത്രേ. കണ്ടാ ഇങ്ങനെയാണ് നിക്ക. പക്ഷേ സാധനം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നോക്കട്ടെ ട്ടാ. വലിച്ചെടുക്കേണ്ടി വരില്ല. ഇത് വെച്ചിട്ടുണ്ടാക്കിയത് കഴിച്ചു നോക്കിയേ. ഇതിന്റെ ആ കുരു തന്നെ ഇതിൽ നിറയെ കടിക്കണു. അത് കാരണം നല്ല രസം. എന്താ കഴിക്കുന്നില്ല. കഴിച്ചാ പിന്നെ തരാൻ പറയും. പിന്നെ ഇവരുടെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, ചക്കക്കുരു കൊണ്ട് കാപ്പി അല്ലേ. അത് നമുക്ക് കുടിക്കാം. ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ആക്കി എടുക്കാണല്ലേ. ഇതിലെന്താ ശർക്കരയാണോ ചേർത്തത്? ശർക്കര ബെസ്റ്റ് അരി കേട്ടാ. നല്ല പണിയുണ്ട് ഇങ്ങനെ ആക്കി എടുക്കാൻ. കഴിച്ചു നോക്കിയോ? അവനെ മധുരം വലിയ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ ഒരു സ്പെഷ്യൽ കാപ്പി. ഇവിടെ വരുന്നവർക്ക് മാത്രമേ ഈ കാപ്പി കിട്ടുള്ളൂ. അല്ലാണ്ട് ലോകത്തിൽ എവിടെ ഇത് കിട്ടില്ല കേട്ടാ. ഈ കാപ്പിപ്പൊടി, കാപ്പിക്കുരു ഇല്ലാത്ത കാപ്പിപ്പൊടി. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ? ചക്കക്കുരുവാണ് മെയിൻ. ചക്കക്കുരുവാണ് മെയിൻ. ബാക്കി അക്കമ്മ ചേച്ചി പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട്? ഉലുവയുണ്ട്, ചുക്കുണ്ട്, ജീരകമുണ്ട്, ഏലക്ക ഉണ്ട്, കറുവപ്പട്ടയുണ്ട്, കുരുമുളകുണ്ട്, ഗ്രാമ്പുണ്ട്, ഫ്ലാക്സ് സീഡ് ഉണ്ട്, കരിഞ്ജീരകമുണ്ട്. ഇതാരാ പറഞ്ഞു തന്നെ? ചേച്ചിയുടെ തന്നെ പരീക്ഷണമാണ്. അങ്ങനെ ഇതൊന്നും സെയിലുണ്ടോ? ഒത്തിരി പേര് ചോദിച്ചു, പക്ഷെ ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. 1/2 കിലോ ഉണ്ടാക്കി. ഞങ്ങൾ ആദ്യം പരീക്ഷിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിനാണ്. 100 പേരടങ്ങുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പായിരുന്നു അന്ന് വന്നിരുന്നത്. എല്ലാവരും കാപ്പി കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എന്തോ കാപ്പിയാ കുടിച്ചെന്നുള്ളത്. അത് ശരി, ആരോടും പറഞ്ഞില്ല ഇൻഗ്രീഡിയൻസ് ഇതാണെന്ന്. ചുക്ക് കാപ്പിയാന്ന് പറഞ്ഞു. അപ്പം ചക്കക്കുരു ആണെന്ന് പറഞ്ഞു കഴിയുമ്പം എല്ലാവർക്കും ഒരു ഈ ഡ്രാഗൺ ഫ്രൂട്ട് അഴുക്കാണെന്ന് പറഞ്ഞ പോലെ ഈ ചക്കക്കുരു കാപ്പി എന്ന് പറയുമല്ലോ. അതുകൊണ്ട് തന്നെ മുന്നേ ഗ്യാസ് ട്രബിൾ വരുന്നുണ്ടോ, വേറെ വയറിന് പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ. ചക്കക്കുരുവിന് കുറെ ചീത്തപ്പേരുകളുണ്ടല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ചക്കക്കുരുവിന്റെ ആ ദോഷം അകറ്റാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റ് സാധനങ്ങൾ നമ്മൾ ഏറെ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചുക്കും ജീരകമൊക്കെ ഉണ്ടല്ലോ. ഒരു ന്യായമായ ഒരു ചെറിയ വിലയ്ക്ക് നമുക്ക് ഇതിനെ കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വേണോ വേണ്ടായോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്നത്. അതുപോലെ കോസ്റ്റ്ലി. അപ്പൊ എല്ലാ സ്പൈസസിനും നല്ല വിലയല്ല. അപ്പൊ നമ്മൾ കാപ്പി ഉണ്ടാക്കിയോ? നമ്മുടെ ഡോക്ടറെ ശ്രീദേവി ഡോക്ടറെ അവിടെ പോകുമ്പോ ഇങ്ങനത്തെ ഒരു കാപ്പി തരും ഡോക്ടർ നമുക്ക്. അത് കാപ്പിപ്പൊടി തന്നെയാണ്. വേറെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. പക്ഷെ ഇതിൽ കാപ്പിപ്പൊടി ഒട്ടുമില്ല. ഉലുവ ചേർന്നിട്ടുള്ളതുകൊണ്ട് കയ്പുണ്ട്. ടേസ്റ്റ് ഉണ്ട്.